മന്നത്ത് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തന്നെ അനുവദിച്ചില്ലെന്ന ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസിന്റെ പ്രസ്താവന ചർച്ചയാകുന്നു. ബംഗാൾ ഗവർണറായി പദവി ഏറ്റെടുക്കും മുൻപ് മന്നത്ത് സ്മാരകത്തിലെത്തിയപ്പോൾ തനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവസരം ലഭിച്ചില്ലെന്നും മന്നത്ത് സ്മാരകം എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതല്ലേ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഡൽഹിയിലെ NSS സംഘടിപ്പിച്ച മന്നത്ത് പത്മനാഭൻ അനുസ്മരണ പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ ഉണ്ടായത്. താൻ മന്നത്ത് സ്മാരകത്തിൽ പോയത് ഗേറ്റ് കീപ്പറെ കാണാനല്ല, ആചാര്യന് ആദരമർപ്പിക്കാനാണ്. സ്മാരകം ആരുടെയും കുത്തകയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ മന്നത്ത് പത്മനാഭന് ഒരു സ്മാരകം പണിയണമെന്നും അതിന് ഡൽഹിയിലെ NSS നേതൃത്വം മുൻകൈ എടുക്കുകയും വേണമെന്നും കൂടി അദ്ദേഹം നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. എനിക്ക് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറായി ചുമതലയെടുക്കുന്നതിന് മുൻപ് മന്നത്ത് ആചാര്യന്റെ സമാധിക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി പുഷ്പാർച്ചന നടത്തണമെന്ന് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി. NSSന്റെ ജനറൽ സെക്രട്ടറിയായി ഞാനിവിടെ ചെന്നു. അദ്ദേഹം കാറിന്റെ അടുത്ത് വന്ന് കാറിന്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യന്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം അവകാശമാണോ? ഒരു കാര്യം ഓർക്കണം, ഗേറ്റ് കീപ്പേഴ്സ് അവരെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനല്ല, അവരെ ബഹുമാനിക്കുന്നത് സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരം അർപ്പിക്കാനാണ്. അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. ഒരു കാര്യം, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമുണ്ട്. എനിക്ക് ശ്രീ എൻഗേജി പുള്ളിയോട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുള്ളൊരു അപേക്ഷയുണ്ട്. അതായത് ഏതൊരു നായർ യുവാവിനും യുവതിക്കും ജീവിതത്തിൽ ഏതെങ്കിലും നേട്ടം കിട്ടുന്ന സമയത്ത് അവർക്ക് മന്നത്താചാര്യന്റെ മുൻപിൽ പ്രണാമിക്കാനും പുഷ്പാർച്ചന നടത്താനും പുഷ്പാഞ്ജലി നടത്താനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അതുകൊണ്ട് സാക്ഷാൽ ധർമ്മദേവൻ ഭരിച്ച, സാക്ഷാൽ യുധിഷ്ഠിരൻ ധർമ്മപുത്ര ഭരിച്ച ഇന്ദ്രപ്രസ്ഥത്തിൽ ഭാരത കേസരി മന്നത്താചാര്യന്റെ ഒരു സ്മരണിക തീർക്കണം, ഒരു സ്മാരകം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുക. വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇതിനങ്ങനെ അനുകരിക്കുന്നതിൽ ഒരു ഗവർണർ എന്ന നിലയിൽ എൻ്റെ ഒരു മാസത്തെ ശമ്പളം അതിന് നൽകാൻ ഞാൻ സന്തോഷമുണ്ട് സ്വീകരിക്കുമെന്ന് കരുതുക. പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് സി വി ആനന്ദ ബോസ് ബംഗാൾ ഗവർണർ നടത്തിയത്. അതായത് 2022 ഈ ബംഗാൾ ഗവർണറായി സി വി ആനന്ദ ബോസ് ചുമതലയേൽക്കുന്നത്. അതിനു മുൻപ് നടന്ന സംഭവത്തെ ചൊല്ലിയാണ് ഇപ്പോൾ സി വി ആനന്ദ ബോസിൻ്റെ പരിഭവം എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ അവർ ഏറ്റവും അധികം ആരോപണം സി വി ആനന്ദ ബോസ് ഉന്നയിക്കുന്നത് NSS ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെയാണ് ആ ആരോപണം ഉയർത്തുന്നത്. താൻ അങ്ങോട്ട് ചെന്നത് മന്നത്ത് പത്മനാഭന്റെ സമാധിക്ക് പുഷ്പാർച്ചന നടത്താൻ വേണ്ടിയാണ്, എന്നാൽ തന്നെ അതിന് അനുവദിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ NSSലെ അല്ലെങ്കിൽ NSSനെ സംബന്ധിച്ച് പെരുന്നയിൽ എപ്പോഴൊക്കെയാണ് ഈ പുഷ്പാർച്ചന ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ തന്നെ ഏറെ നാളുകളായി നമ്മൾ കണ്ടുവരുന്നതാണ്. പൊതുവെ ഈ മന്നത്ത് പത്മനാഭന്റെ ജന്മവാർഷികത്തിനും മന്നത്ത് പത്മനാഭന്റെ സമാധി ദിനത്തിലുമൊക്കെയാണ് സാധാരണ നിലയിൽ പുഷ്പാർച്ചനകളൊക്കെ തന്നെ അവിടെ നടക്കാറ്. മുതിർന്ന നേതാക്കളൊക്കെ അങ്ങോട്ട് ചെന്ന് പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങളുമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം ഈ പെരുന്നയിൽ പോയി NSS ജനറൽ സെക്രട്ടറിയെ കണ്ടിട്ട് പോലും ആ സമയത്ത് പുഷ്പാർച്ചന നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ സമാധി മന്നം സമാധി ഉള്ള ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്താണ് ആ സാഹചര്യം എന്നുള്ളത് കൃത്യമായി പറയാനാകുക NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കാണ്. നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, നിലവിൽ ഈ ഒരു വിവാദം ഉയർന്നതിനനുസരിച്ച് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം എന്നുള്ളത് ഈ സി വി ആനന്ദ ബോസിന്റെ പ്രസ്താവന തള്ളുന്ന രീതിയിലേക്കാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. അതായത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ്, ഗവർണർ ആകുന്നതിന് മുമ്പാണ് സി വി ആനന്ദ ബോസ് പെരുന്നയിലേക്ക് എത്തിയത്. പുഷ്പാർച്ചന നടത്താനാണ് അങ്ങോട്ട് എത്തിയത്, അല്ലെങ്കിൽ NSSൽ എത്തി മന്നത്ത് പത്മനാഭന്റെ സമാധിക്ക് പുഷ്പാർച്ചന നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അങ്ങോട്ട് എത്തിയ സി വി ആനന്ദ ബോസിനെ
അവിടെ നിന്നും ആനയിച്ച് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വേണ്ട രീതിയിൽ സൽക്കരിച്ചു എന്നുള്ളതെല്ലാം തന്നെ CV ആനന്ദബോസ് പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം തന്നെ പുഷ്പാർച്ചന നടത്താൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ അവിടെ അങ്ങനെ ഒരു വാദം അവിടെ ആ സമയത്ത് ഉയർന്നിരുന്നോ എന്നുള്ളതൊക്കെ അതിലൊക്കെ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ആ കാര്യങ്ങളിൽ അതിനെ സംബന്ധിച്ച് അവിടെ നടന്നിരുന്ന സംഭാഷണങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് CV ആനന്ദബോസും അതോടൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറിയുമാണ് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ അതിലൊരു പരിഭവം CV ആനന്ദബോസ് ബംഗാൾ ഗവർണർക്ക് ഉണ്ട് എന്നുള്ളതാണ്. CV ആനന്ദബോസിന്റെ ആ പ്രസ്താവന, അതായത് മന്നത്ത് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തന്നെ അനുവദിച്ചില്ല എന്നുള്ള ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ പ്രസ്താവന ഇപ്പോൾ ചർച്ചയാകുകയാണ്.